വെൽക്കം ടു ബുദ്ധ സ്റ്റേറ്റ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബസ് റൂട്ടിന് തൊട്ടടുത്തായി ബഡ്ജറ്റ് ഫ്രണ്ട്ലി 3 BHK നോക്കുന്നവർക്കായിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷനുമായിട്ടാണ്. ആലുവ പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്ന് വെറും 120 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ വില്ല പ്രൊജക്ടിന്റെ ഭാഗമായ 3 BHK ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. 3.5 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസുമായി വരുന്ന 2 വീടുകളാണ് ഇവിടെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ പണി കംപ്ലീറ്റ് പൂർത്തിയായിട്ടുള്ള ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഈ വീട്ടിൽ നിന്ന് ബസ് റൂട്ടിലേക്ക് 120 മീറ്ററും കാക്കനാടേക്കും എടപ്പള്ളിയിലേക്കും 12 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 9.2 കിലോമീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കും കിൻഫ്ര ഹൈടെക് പാർക്കിലേക്കും 5.6 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3.4 കിലോമീറ്ററും സമ്മർട്ടൺ ഹോസ്പിറ്റലിലേക്ക് 3.5 കിലോമീറ്ററും കാർമൽ ഹോസ്പിറ്റലിലേക്ക് 4.4 കിലോമീറ്ററും ചാത്തൻ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 3 കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 6.8 കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് 15 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. മനോഹരമായ ഈ ഒരു വീടിൻ്റെ എലിവേഷൻ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ ബോക്സി എലിവേഷൻ നൽകി അത്യാവശ്യം ടെക്സ്ചർ പെയിൻറ്റ് വർക്കും സ്പോട്ട് ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റും 4-വേ ലൈറ്റ്സും ഒക്കെയാണ് വന്നിരിക്കുന്നത്. 4 മീറ്ററോളമാണ് ഇന്റേണൽ റോഡ് വരുന്നത്. ഇന്റർലോക്കിംഗ് കട്ടകളാണ് റോഡിൽ വിരിച്ചിരിക്കുന്നത്. പഞ്ചായത്ത് റോഡിൽ നിന്ന് സെക്കൻഡ് പ്ലോട്ടിലായിട്ടാണ് ഈ ഒരു വില്ല വരുന്നത്. ഈ ഡെഡ് എൻഡിൻ്റെ എൻഡിലായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കോമൺ കിണറാണ്. കോമ്പൗണ്ട് വാളിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്ക്വയർ ട്യൂബ് ഡിസൈൻ ഒക്കെ നൽകി വീടിൻ്റെ എലിവേഷനോട് മാച്ച് ചെയ്യുന്ന കളർ കോമ്പിനേഷനാണ് കോമ്പൗണ്ട് വാൾ വന്നിരിക്കുന്നത്. കോമ്പൗണ്ട് വാൾ പില്ലറിൽ ഷോ ലൈറ്റ്സും നൽകിയിട്ടുണ്ട്. ഗേറ്റിൻ്റെ ഓപ്പണിംഗ് സ്പേസിലേക്ക് വരികയാണെങ്കിൽ ഒരു ഭാഗത്ത് സ്ലൈഡിംഗ് ഗേറ്റും ഒരു ഭാഗത്ത് ഫോൾഡിംഗ് ഗേറ്റുമാണ് നൽകിയിരിക്കുന്നത്. ഗേറ്റ് കടന്ന് നമ്മൾ വരുന്നത് ഇന്റർലോക്ക് കട്ടകൾ പാകിയ വിശാലമായ ഒരു മുറ്റത്തേക്കാണ്. ഇനി ഇവിടെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൂടി വരാനായിട്ടുണ്ട്. എലിവേഷൻ വടക്ക് ദർശനമായും മെയിൻ ഡോർ കിഴക്ക് ദർശനമായുമുള്ള ഈ വീടിന് ഒരു SUV കാർ പാർക്കിംഗ് സ്പേസാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് കവേർഡ് കാർ പാർക്കിംഗ് വരുന്നത്. പവർ പോയിന്റും നൽകിയിട്ടുണ്ട്. ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി കോമൺ കിണർ കൂടാതെ KW വാട്ടർ കണക്ഷനും വരുന്നുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ വീടിൻ്റെ ഫ്രണ്ട് സൈഡായ നോർത്ത് സൈഡിലേക്ക് വരുമ്പോൾ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെയും വിട്ട് വരുന്നത്. ഇവിടെയും ഇന്റർലോക്ക് കട്ടകൾ വന്നിട്ടുണ്ട്. ഇനി ഇവിടെയും ആർട്ടിഫിഷ്യൽ ഗ്രാസ് വരാനായിട്ടുണ്ട്. ഈ ഒരു സ്പേസ് നമുക്ക് 2-വീലർ പാർക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. വീടിനോട് ചേർന്ന് തന്നെ പ്ലാന്റർ ബോക്സുകൾ നൽകിയിട്ടുണ്ട്. ഇനി ഇവിടെ നാച്ചുറൽ പ്ലാന്റ്സ് വരാനായിട്ടുണ്ട്. ഇതിൻ്റെ വെസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഒരു വെജിറ്റബിൾ ഗാർഡൻ ഒക്കെ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നുണ്ട്. വീടിൻ്റെ സൗത്ത് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 3 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇന്റർലോക്ക് കട്ടകളാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് 2 സിലിണ്ടറുകൾ വെക്കാനുള്ള ഒരു ഗേജും നൽകിയിട്ടുണ്ട്. വീടിൻ്റെ ഈസ്റ്റ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ 4.5 അടിയോളമാണ് ഈ ഒരു ഭാഗത്തെ വിട്ട് വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്പേസാണ് നമുക്ക് വർക്ക് ഏരിയയ്ക്കുള്ള പ്രൊവിഷനായിട്ട് വരുന്നത്. റിമൈനിങ് പോർഷനിൽ ഇന്റർലോക്ക് കട്ടകളാണ് വിരിച്ചിരിക്കുന്നത്. നമുക്കിനി ഈ വീടിൻ്റെ സിറ്റ് ഔട്ടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സിറ്റ് ഔട്ട് ഫുള്ളി ഗ്രാനൈറ്റും ടൈലും യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു സിറ്റ് ഔട്ടിന് 4 ചെയറോളം ഇടാനുള്ള സ്പേസ് വരുന്നുണ്ട്. മുകളിൽ സീലിംഗ് ഫാൻ ഉൾപ്പെടെയാണ് ഈ ഒരു സിറ്റ് ഔട്ട് വരുന്നത്. കിഴക്ക് ദർശനമായിട്ടുള്ള ഈ വീടിൻ്റെ മെയിൻ ഡോർ തേക്കിൻ തടിയിൽ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്ത് വളരെ ഭംഗിയുള്ള ഡിസൈനും വലുപ്പമുള്ള ഹാൻഡിലും നൽകിയാണ് ഈ ഒരു മെയിൻ ഡോർ വന്നിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഈ വീടിൻ്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ലിവിംഗ് സ്പേസിന് നോർത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വലുപ്പമുള്ള ഒരു കോർണർ സോഫ സെറ്റിന് കോഫി ടേബിളിനുള്ള സ്പേസ് നമ്മുടെ ഈ ലിവിങ്ങിന് ലഭിക്കുന്നുണ്ട്. വെസ്റ്റ് സൈഡ് വാളിലായിട്ട് വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് വരുന്നത്. പാനലിംഗ് ഒക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഡിസൈനിലാണ് ഈ ഒരു TV യൂണിറ്റ് വരുന്നത്. സ്റ്റോറേജ് സ്പേസും ഡക്കർ സ്പേസും ഈ ഒരു TV യൂണിറ്റിനോട് ചേർന്ന് നൽകിയിട്ടുണ്ട്. റിമൈനിങ് പോർഷനിൽ വാൾപേപ്പർ നൽകാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് പ്രൊഫൈൽ ലൈറ്റും LED സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ലിവിംഗിൽ നിന്ന് ഡൈനിങ്ങിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും പാനലിംഗ് വർക്കൊക്കെ ചെയ്ത് സ്പോട്ട് ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഡൈനിങ്ങിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ലിവിംഗിൽ നിന്ന് എത്തിച്ചേരുന്നത് ഈ ഒരു പാസേജിലേക്കാണ്. ഇവിടെ നിന്ന് നോർത്തിലേക്ക് വലുപ്പമുള്ള 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈസ്റ്റ് സൈഡ് വാളിലായിട്ട് വാൾ പേപ്പർ നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ട് ഡൈനിങ് സ്പേസിലേക്കുള്ള ഒരു പാർട്ടീഷനാണ് വരുന്നത്. അത്യാവശ്യം ഡക്കർ സ്പേസും പ്രൊഫൈൽ ലൈറ്റും ഒക്കെ കൊടുത്തിട്ടാണ് ഈ ഒരു സ്പേസ് വരുന്നത്. ഈ ഒരു എക്സ്ട്രാ സ്പേസിൽ നമുക്കൊരു പൂജ യൂണിറ്റോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റഡി ടേബിളോ ഓഫീസ് ടേബിളോ ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെയായിട്ടാണ് മുകളിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഭംഗിയായി കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് ഇൻവെർട്ടറിനുള്ള പോയിന്റും ഡക്കർ സ്പേസ് നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ഒരു കോർണറിലായിട്ടാണ് നമ്മുടെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഭംഗിയായിട്ട് ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പ് വരുന്നത്. സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ബാക്ക്ഗ്രൗണ്ട് എല്ലാം തന്നെ വാൾട്ടയിലൊക്കെ കൊണ്ട് ഭംഗിയുള്ളൊരു ഹാങ്ങിങ് ലൈറ്റും വലുപ്പമുള്ളൊരു മിററും ഈ ഒരു ഏരിയയിൽ വരുന്നുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഈ വീടിൻ്റെ ഓപ്പൺ കിച്ചൺ വരുന്നത്. ഇവിടെയായിട്ടാണ് നമ്മുടെ വിശാലമായ ഡൈനിങ് സ്പേസ് വരുന്നത്. ഒരു 8 സീറ്റർ ഡൈനിങ് ടേബിളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. നോർത്തിലേക്ക് പർഗോളകൾ നൽകി ഗ്ലാസ് കൊണ്ട് കവർ ചെയ്ത് അതിനുള്ളിലെല്ലാം തന്നെ ഡെക്കർ സ്പേസ് സ്പോട്ട് ലൈറ്റും വരുന്നുണ്ട്. ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്.
സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വുഡൻ ബീഡിങ്ങും LED ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഈ വീട്ടിൽ വീഗാന്റെ വയസ്സും വീഗാന്റെ സ്വിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം തന്നെ ഗ്ലോസി പാറ്റേൺ ഉള്ള ടൈലാണ് ഫ്ലോറിംഗിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഈ വീടിന്റെ ഓപ്പൺ കിച്ചന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. കിച്ചന്റെ എൻട്രൻസ് ഭാഗത്ത് തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ നൽകിയിട്ടുണ്ട്. അതിനെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പാനലിംഗിൽ ഷെൽഫ് നൽകി അതിലെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട്. മുകളിലായിട്ട് ഭംഗിയുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റും വരുന്നുണ്ട്. സൗത്ത് ഈസ്റ്റ് കോർണറായിട്ടാണ് നമ്മുടെ ഈ കിച്ചൺ വരുന്നത്. ഈസ്റ്റിലേക്കാണ് സ്റ്റൗവിനുള്ള പ്രൊവിഷൻ വരുന്നത്. ഈസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോയും സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയുമാണ് നൽകിയിരിക്കുന്നത്. 3 ലെയറായിട്ട് ധാരാളം സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസിന്റെ താഴെയായിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുക്കുവാനും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഗ്രാനൈറ്റ് ആണ് കൗണ്ടർ ടോപ്പായിട്ട് വരുന്നത്. കൗണ്ടറിനോട് ചേർന്ന് അത്യാവശ്യം പവർ പോയിന്റും കാര്യങ്ങളും വരുന്നുണ്ട്. വലുപ്പമുള്ളൊരു സിങ്കും 2 ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും സീലിംഗ് ഫാനും ഈ ഒരു കിച്ചണിൽ നൽകിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജിനുള്ള ഓപ്ഷൻ വരുന്നത്. ഇവിടെയായിട്ടാണ് താഴത്തെ നിലയിലെ മാസ്റ്റർ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 14 അടിയിലേറെ നീളവും 9 അടിയിലേറെ വീതിയുമാണ് വരുന്നത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡ് വാളിൽ വാൾപേപ്പർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുമുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വുഡൻ ബീഡിങ്ങും LED സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനുമാണ് വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിന്റെ വാൾഡ്രോബ് വരുന്നുണ്ട്. വാൾഡ്രോബിൽ മിറർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുകളിലായിട്ട് എക്സ്ട്രാ സ്റ്റോറേജ് സ്പേസും വരുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോർ ആണ് നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഹീറ്ററും എക്സ്പോസ്റ്റ് ഫാനും എല്ലാം നൽകിയിട്ടുള്ള ഈ ഒരു ബാത്റൂം സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. ഇനി ഈ വീടിന്റെ സ്റ്റെയറിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാം. സ്റ്റെപ്പുകളെല്ലാം തന്നെ ടൈൽ യൂസ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വുഡും ഗ്ലാസും ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽ നമ്മുടെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയർ കയറി വരുമ്പോൾ ലാൻഡിങ്ങിനോട് ചേർന്ന വോളിലായിട്ട് വെസ്റ്റിലേക്ക് 2 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ വോളിലും പാനലിംഗ് വർക്ക് വരുന്നുണ്ട്. മുകളിലായിട്ട് സീലിംഗ് വർക്കുകളൊക്കെ ചെയ്ത് LED സ്പോട്ട് ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും നൽകിയിട്ടുണ്ട്. സ്റ്റെയർ കയറി അപ്പർ ലിവിംഗിലേക്ക് എത്തുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ലെഫ്റ്റ് സൈഡിലായിട്ടാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂം വരുന്നത്. ഇത് ബാൽക്കണിയിലേക്കുള്ള ഓപ്പണിംഗ് ആണ്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ വുഡൻ ബീഡിങ്ങും LED സ്പോട്ട് ലൈറ്റും ഹാങ്ങിങ് ലൈറ്റും ഭംഗിയുള്ള ഒരു സീലിംഗ് ഫാനും ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിലും നൽകിയിട്ടുണ്ട്. അപ്പർ ലിവിംഗിൽ നിന്ന് നോർത്തിലേക്ക് ഒരു 3 ഡോർ വിൻഡോ വരുന്നുണ്ട്. ഈസ്റ്റിലേക്കും ഒരു 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിനും 14 അടിയിലേറെ നീളവും 10 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. സൗത്തിലേക്കും വെസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡ് വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. സീലിംഗിലേക്ക് വരികയാണെങ്കിൽ ഇവിടെയും LED സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും വരുന്നുണ്ട്. ഒരു കോർണറിലേക്ക് മാറി വലുപ്പമുള്ള ഒരു വാൾഡ്രോബ് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ ഒരു കോർണറിലായിട്ട് മാറി നമുക്ക് വലുപ്പമുള്ളൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് കൂടി ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇവിടെ ഫൈബർ ഡോറാണ് വരുന്നത്. എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് നൽകിയിട്ടുള്ള ഈ ഒരു ബാത്റൂമിൽ ഹീറ്ററും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് മുകളിലത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിന്റെ ഡോർ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് വെസ്റ്റ് കോർണറിലായിട്ടുള്ള ഈ ഒരു ബെഡ്റൂമിന് 15 അടിയിലേറെ നീളവും 8 അടിയിലേറെ വീതിയുമാണ് ഉള്ളത്. നോർത്തിലേക്കും ഈസ്റ്റിലേക്കും 3 ഡോർ വിൻഡോ നൽകി ഫ്രെയിം പാനലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. വെസ്റ്റ് സൈഡ് വാളിൽ വാൾപേപ്പർ ഒക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിലേക്ക് മാറി 3 ഡോറിന്റെ ഒരു വാൾഡ്രോബും ഡ്രസ്സിംഗ് യൂണിറ്റും ലാപ്ടോപ്പ് ടേബിളും വരുന്നുണ്ട്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ LED സ്പോട്ട് ലൈറ്റും ഭംഗിയുള്ളൊരു സീലിംഗ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ ബെഡ്റൂമിന്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഫൈബർ ഡോറാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം സ്പേഷ്യസ് ആയി ഈ ഒരു ബാത്റൂമിൽ എല്ലാം തന്നെ സെറയുടെ ഫിറ്റിംഗ്സ് നൽകി ഹീറ്ററും എക്സ്പോസ്റ്റ് ഫാനും നൽകിയിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ യൂട്ടിലിറ്റി റൂം അല്ലെങ്കിൽ സ്റ്റഡി റൂം വരുന്നത്. വുഡിന്റെ ഡോറാണ് നൽകിയിരിക്കുന്നത്. സൗത്തിലേക്ക് 3 ഡോർ വിൻഡോയും നൽകിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ വരുന്നത്. ഒരു കോർണറിലേക്ക് മാറി വാഷിംഗ് മെഷീനുള്ള പോയിന്റ് നൽകിയിട്ടുണ്ട്. സ്റ്റോറേജും ഷെൽഫും എല്ലാം വരുന്നുണ്ട്. മുകളിൽ LED സ്പോട്ട് ലൈറ്റും സീലിംഗ് ഫാനുമാണ് വരുന്നത്. നമുക്ക് ഈ വീടിന്റെ അവസാന ഭാഗമായ ബാൽക്കണിയിലേക്ക് വരാം. അതിവിശാലമായ ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഹാൻഡ് റെയിൽ SSN ഗ്ലാസ് ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത്. സീലിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൂവേർഡ് ഡിസൈനുള്ള പാനലിംഗ് ഒക്കെ നൽകി LED ലൈറ്റും സിലിണ്ടറിക്കൽ ലൈറ്റ്സുമാണ് നൽകിയിരിക്കുന്നത്. 3.5 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിൽ 3 ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമും യൂട്ടിലിറ്റി സ്പേസും കാർ പാർക്കിങ്ങും സഹിതമുള്ള ഈ വീടുകൾക്ക് ചോദിക്കുന്നത് 78 ലക്ഷം രൂപയാണ്. ഈ വില നെഗോഷ്യബിളുമാണ്. അതുപോലെ ഈ വീടിന് ഹോം ലോണും അവൈലബിൾ ആണ്. എറണാകുളം ജില്ലയിൽ ഇതുപോലെ മനോഹരമായ വീടുകൾ, വില്ലകൾ, പ്ലോട്ടുകൾ എന്നിവ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും വാങ്ങുന്നതിനും ബ്രോക്കറേജ് ഫീ ഇല്ലാതെ ഇവയെല്ലാം സ്വന്തമാക്കുന്നതിനും ഹോം ലോൺ ഫെസിലിറ്റിക്കും സ്ക്രീനിൽ കാണുന്ന ബുദ്ധ സ്റ്റേഴ്സ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.